നമ്മുടെ തിരുവനന്തപുരം മേയറിന്റെ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചുകൊണ്ടാണോ? അതെ, തീർച്ചയായും പാലിച്ചുകൊണ്ടാണ് ഈ ഒരു കട നടത്തിയത്. തീർച്ചയായും. ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ 8 പേജുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടും. അളിയനും കൂടി ഈ ദോശക്കട തുടങ്ങിയിട്ട് എത്ര ആളായി? നല്ല ഫുഡ് വേണമെങ്കിൽ വെയിറ്റ് ചെയ്യുക. 93 കടകളിൽ നമുക്ക് സപ്ലൈ ഉണ്ടായിരുന്നു ആ സമയത്ത്. ആ സമയം തൊട്ട് അളിയൻ കൂടെ ഉണ്ട്. നിങ്ങൾ രണ്ടുപേരും കട്ടക്കിക്കാണ്. അപ്പോൾ തട്ടുകയറി ക്ലിക്കായി. എല്ലാവർക്കും ഫുഡ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. തട്ടുകയറി ക്ലിക്കായി. റീസ്റ്റാർട്ട് ചെയ്തു നമ്മുടെ തട്ടുകട. ഇവിടെ എല്ലാം റെഡിയാണ്, വന്നാൽ മാത്രം മതി. അതെ, വന്ന് എത്ര വേണമെന്ന് പറഞ്ഞാൽ അപ്പോഴേ ചൂടോടെ ചുട്ട് തരും. ചെറുതായിട്ട് അളിയനും കൂടി ഈ ദോശക്കട തുടങ്ങിയിട്ട് എത്ര ആളായി? ഇവിടെ ഇപ്പോൾ തുടങ്ങിയിട്ട് ഏകദേശം ഇവിടെ തുടങ്ങിയപ്പോൾ 1 മാസമായി. 1 മാസം. അതായത് ലാസ്റ്റ് മെയ് ലാസ്റ്റ് നമ്മൾ തുടങ്ങിയത് ഇവിടെ. മെയ് 15 ആയപ്പോഴത്തേക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. ഇതിന് മുമ്പ് നമുക്കുണ്ടായിരുന്നു വയലിക്കടയിലാണ്. അതിന്റെ തൊട്ട് ബാക്കിൽ തന്നെ റോഡുണ്ട്, വയലിക്കട പുളിയറക്കുളം പോകുന്ന റോഡ്. അവിടെയായിരുന്നു വയലിക്കടയിൽ. അവിടെയും സെയിം ഇത് തന്നെയാണ്, വേറെ ഒന്നുമില്ല. ദോശ, ചമ്മന്തി, രസവട, ഓംപ്ലേറ്റ്, പപ്പടം, മുളക് ചമ്മന്തി. നിങ്ങളുടെ രസം എങ്ങനെ തയ്യാറാക്കുന്ന? രസം ആക്ച്വലി ഈ കറികളൊക്കെ ഉണ്ടാക്കുന്നത് ഉമ്മയാണ്. ചമ്മന്തി, രസം എല്ലാം. പിന്നെ മുളക് ചമ്മന്തി ഉണ്ടാക്കുന്നത് ഞാനാണ്. നമ്മൾ ഓംപ്ലേറ്റ് ചേർക്കുന്ന ഒരു പ്രത്യേക ഒരു മസാല കൂട്ടുണ്ട്, അത് ടോപ്പിങ്സ്, അതും ഞാൻ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഈ 2 ഐറ്റം ഞാൻ ഉണ്ടാക്കും. ബാക്കി ചമ്മന്തി, രസം, ഈ കാര്യങ്ങളൊക്കെ ഉമ്മ ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന്റെ ട്രേഡ് സീക്രട്ട് ഉമ്മയ്ക്ക് മാത്രമേ അറിയാവുള്ളൂ. രസവടയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന രസം നല്ലതായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല പുളിയും എരിവും, കുരുമുളകിന്റെ എരിയും പുളിയുടെ കംപ്ലീറ്റ് പുളിയുടെ. നമ്മൾ ഇവിടെ വരുന്ന കസ്റ്റമർ പറയുന്നുണ്ട് കുരുമുളക് നല്ലതുപോലെ അത് ആ ഒരു കോമ്പിനേഷൻ നന്നായിട്ട്. പിന്നെ ചമ്മന്തി അതേപോലെ തന്നെയാണ്. നോർമലി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ചമ്മന്തി. കഴിക്കുന്നവർ വീണ്ടും വാങ്ങിച്ചു കഴിക്കും ചമ്മന്തി. അതും ഉമ്മയുടെ തന്നെ ഒരു ട്രേഡ് സീക്രട്ടാണ്. അതായത് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന സെയിം സാധനം തന്നെയാണ് നമ്മളെ കസ്റ്റമർക്ക് കൊടുക്കുന്നത്. അല്ലാണ്ട് വേറെ സ്പെഷ്യലായിട്ട് വേറെ ഒന്നും ചേർക്കുന്നില്ല അതിനകത്ത്. ഈ ഭക്ഷണം തയ്യാറാക്കുന്ന മേഖലയിൽ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്? കോവിഡ് സമയത്താണ് സ്റ്റാർട്ട് ചെയ്തത്. അത് വലിയ റെസ്റ്റോറന്റ് ആയിട്ടായിരുന്നു? റെസ്റ്റോറന്റ് അല്ല, സെയിം ഇതേ തന്നെയാണ്, തട്ട് തന്നെയാണ്, ഇതേ രീതിയിൽ തന്നെയായിരുന്നു. അന്ന് ആക്ച്വലി അത് ഫുഡിൻ്റെ വരാൻ കാരണം വാപ്പ നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കും. വാപ്പ നല്ല രീതിയിൽ ഫുഡ് ഉണ്ടാക്കും, പലഹാരങ്ങൾ ഉണ്ടാക്കും. നമ്മളെ വീട്ടിലെ പലഹാരങ്ങളൊക്കെ ഇല്ല, മീൻസ് മുട്ട സുർക്ക, അതുപോലെ ചിക്കൻ ബോണ്ട, ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വീട്ടിലുണ്ടാക്കാം. അപ്പൊ അന്ന് കോവിഡ് സമയമാണ്. കോവിഡ് സമയത്ത് ഈ പറഞ്ഞ പോലെ എല്ലാവരും വീട്ടിൽ സ്റ്റക്കാ. ഈ ബോർമയൊക്കെ വീട്ടിലുണ്ടോ? ബോർമയായിട്ടല്ല, ജസ്റ്റ് വീട്ടിൽ നമ്മൾ സ്നാക്സ് അങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പൊ അന്ന് എനിക്ക് ഒരു ഐഡിയ തോന്നി. ഞാനെന്താക്കി, വീടിന്റെ ബാക്കിലുള്ള ഒരു വാഴയില വെട്ടി ജസ്റ്റ് ഡൈനിങ് ടേബിളിന്റെ പുറത്തിട്ടിട്ട് അതിൽ ഈ സ്നാക്സ് ഒക്കെ ഒന്ന് അടുക്കി വെച്ചിട്ട്, അന്ന് ഫേസ്ബുക്കാണ്, ഇൻസ്റ്റാഗ്രാമൊന്നും അത്ര റീച്ച് ആയിട്ടില്ല. ചുമ്മാ ഫേസ്ബുക്കിൽ ഫോട്ടോ ഇട്ട് ഒരു 2-3 ദിവസം ആയപ്പോഴത്തേക്ക് ഈ ഫോട്ടോ ഇങ്ങനെ കറങ്ങാം. ഒരു ഓർഡർ വന്നു, തയ്യാറായി കൊടുക്കാനായിട്ട് ഓർഡർ വന്നു. ജസ്റ്റ് അന്ന് എനിക്ക് തോന്നുന്നു ഒരു മുഹറം നോമ്പ്. അപ്പം വീണ്ടും തൊട്ട് ജസ്റ്റ് ഒരു 5 കിലോമീറ്ററിനകത്ത് തന്നെ ആയിട്ട് ഒരു ഓർഡർ വന്നു. അതുപോലെ ചിക്കൻ ബോണ്ടയും മുട്ട സുർക്കയും വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എന്താക്കി, വാപ്പയടുത്ത് പറഞ്ഞു, അപ്പോൾ ഇതുപോലെ ഓർഡർ ഉണ്ട്, ചെയ്തു കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, ഉണ്ടാക്കി കൊണ്ടുകൊടുത്തു. ഫസ്റ്റ് ഡെലിവറി കൊണ്ടുകൊടുത്തു, കഴിച്ചു. അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല അഭിപ്രായം. അവർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു, നല്ല ഇതെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് എനിക്കൊരു ഐഡിയ ആയിട്ട് തോന്നി. അന്ന് ഈ ഫുഡിന്റെ ഓൺലൈനിലൊക്കെ ഇങ്ങനെ റീച്ചായി വരുന്നത് ഇങ്ങനെ ആ ഒരു ടൈം. അന്ന് KH ഹോട്ടൽ കേട്ടിട്ടുണ്ടോ? കേരള ഹോട്ടൽ. അന്ന് ആ ടൈമൊക്കെ അന്ന് അതൊക്കെ റീച്ചായി വരുന്ന ടൈമാണ്. അപ്പൊ അന്ന് എനിക്കൊരു ഐഡിയ തോന്നി, ഞാനത് കണ്ടിന്യൂ ചെയ്തു. ചുമ്മാ പോസ്റ്റ് ഇടാൻ തുടങ്ങി. ഗ്രാഫിക് ഡിസൈൻ പഠിച്ചതാണ്. അപ്പോൾ ഞാൻ തന്നെ സ്വന്തമായിട്ട് പോസ്റ്ററൊക്കെ റെഡിയാക്കിയിട്ട് ഫോട്ടോ ഒക്കെ റെഡിയാക്കിയിട്ട് ഇടാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ ഇട്ടിട്ട് വന്നപ്പോഴത്തേക്ക് കണ്ടിന്യൂസ് ഓർഡർ വരാൻ തുടങ്ങി, നല്ല രീതിയിൽ ഓർഡർ വരാൻ തുടങ്ങി. ഉണ്ണിയപ്പം, മുട്ട സുർക്ക, ചിക്കൻ ബോണ്ട, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അപ്പോൾ അത് കണ്ടിന്യൂസ് ചെയ്ത് ഒരു 3-4 മാസം അങ്ങനെ പോയി. നല്ല ഓർഡർ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഐഡിയ തോന്നി, എന്തുകൊണ്ട് കടകളിലോട്ട് സപ്ലൈ ആയിക്കൂടാന്ന് തോന്നി. അങ്ങനെയാണ് നമ്മുടെ തിരുവനന്തപുരത്ത് ഈ ഒരു ഐറ്റം ഇല്ല, അധികമായിട്ടില്ലല്ലോ. അപ്പൊ അങ്ങനെ ഞാൻ എന്താക്കി, തൊട്ടടുത്തുള്ള കടകൾ, ഒരു 4-5 കടകളിൽ പാക്ക് ചെയ്ത് കൊണ്ടുവയ്ക്കാൻ തുടങ്ങി. അപ്പൊ അവിടെ നിന്ന് നല്ല റെസ്പോൺസ് വന്നപ്പോഴത്തേക്ക് പിന്നെ ഞാനത് പാക്കിങ്ങിന്റെ ലൈസൻസും ബാക്കിയുള്ള ലൈസൻസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അത് എല്ലാം എടുത്തു. FSSAI എല്ലാം എടുത്തിട്ട് ലീഗലായിട്ട് ഞാൻ അങ്ങ് FSSAI. ഇപ്പൊ അത് പേര് മാറ്റി, ഇപ്പൊ FOSCS അങ്ങനെ എന്തോ സംഭവമാണ്. ഇപ്പൊ പേര് മാറി, FSSAI അല്ല. അപ്പോ അങ്ങനെ തുടങ്ങി. അപ്പോൾ അന്ന് അളിയൻ സപ്പോർട്ടർ ഉണ്ടായിരുന്നു. അളിയൻ ആട്ടയിൽ എല്ലാം പാക്ക് ചെയ്ത് വെക്കും, റൂട്ട് പിടിക്കാൻ പോവും. ലാസ്റ്റ് നമ്മൾ ആൽത്തറ ജംഗ്ഷൻ തൊട്ട് കാട്ടാക്കട വരെ നമുക്ക് റൂട്ട് ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 89 എത്ര കടകളിയാ 93 കടകളിൽ നമുക്ക് സപ്ലൈ ഉണ്ടായിരുന്നു ആ സമയത്ത്. തൊട്ട് അളിയൻ കൂടെ ഉണ്ട്. നിങ്ങൾ രണ്ടുപേരും കട്ടക്കിക്കാണ്.
അപ്പോൾ 93 കടകളിൽ ഞങ്ങൾ ഉണ്ടാക്കും. ഞാൻ, വാപ്പ, ഉമ്മ, എൻ്റെ വൈഫ്, പെങ്ങൾ എല്ലാവരും എന്നിട്ട് ഉണ്ടാക്കും, ഭക്ഷണം തയ്യാറാക്കും, കൊണ്ടു കൊടുക്കും, ഡെലിവറി കൊണ്ടു കൊടുത്ത് എല്ലാം റെഡിയാക്കിയിട്ട് തിരിച്ചു വരും. പിറ്റേ ദിവസത്തേക്കുള്ള ഓർഡർ എടുത്തിട്ട് വരും. വാട്സാപ്പിൽ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, അപ്പോൾ ആ ഗ്രൂപ്പിൽ ഓർഡറുകൾ വരും. അപ്പോൾ അതനുസരിച്ച് പിറ്റേ ദിവസത്തേക്കുള്ള നമ്മൾ റെഡിയാക്കും. അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു. കോവിഡ് വന്നു. കോവിഡ് സമയത്ത് പിന്നെ നമുക്ക് റൂട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാണ്ട്, എന്നാലും മാക്സിമം നമ്മൾ ട്രൈ ചെയ്ത് പറ്റുന്ന രീതിയിലാണ് കൊടുത്തോണ്ടിരുന്നു. പിന്നെ വന്നപ്പോഴത്തേക്ക് അത് പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാണ്ടായി. നമ്മളത് സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു ഇതിൽ വന്നു. പിന്നെ വൈൻഡ് അപ്പ് ചെയ്തു. പിന്നെ അതിനുശേഷമാണ് നമ്മൾ സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു ബേക്കറി ഉണ്ടായിരുന്നു, കപ്പ് കേക്ക് ദ ബേക്കറി എന്ന് പറഞ്ഞിട്ടൊരു ബേക്കറി ഉണ്ടായിരുന്നു. അത് മൈലിക്കടയിലായിരുന്നു. അതിനുശേഷം ബേക്കറി ഓപ്പൺ ചെയ്തത് ഇല്ല, ഈ രണ്ട് ഒരേ സമയത്ത് തന്നെ, ഒരേ ടൈമിൽ തന്നെയാണ് ഇത്. കപ്പ് കേക്ക് ദ ബേക്കറി എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ഗൂഗിളിൽ അടിച്ചാൽ കിട്ടും. കപ്പ് കേക്ക് ദ ബേക്കറി എന്ന് അടിച്ചാൽ കിട്ടും. അതുപോലെ എൻമാർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു. ലിസ്റ്റ് ചെയ്തിട്ടുള്ള അതേപോലെ ഉണ്ട്. എല്ലാം ഗൂഗിളിൽ ഇപ്പോഴും ഉണ്ട്. നിലവിലില്ലെന്നേ ഉള്ളൂ. അങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാണ്ട് കോവിഡ് കാരണം ഈ പറഞ്ഞതൊക്കെ ഇതായി പോയി. അപ്പൊ അതിനുശേഷം നമ്മൾ തട്ടുകയറി ക്ലിക്കായി. എല്ലാവർക്കും ഫുഡ് നന്നായിട്ട് ഇഷ്ടപ്പെട്ട് തട്ടുകയറി ക്ലിക്കായി. ഏകദേശം ഒരു 2 വർഷത്തോളം നമ്മൾ വയലിക്കടയിൽ തട്ടുണ്ടായിരുന്നു. ഇന്ന് അവിടെ വേറെ തട്ട, വേറെ ആൾക്കാരാണ് നടത്തുന്നത്. അല്ല, ഇന്ന് ആ തട്ട് നമ്മൾ കോവിഡ് സമയത്ത് നമ്മൾ സ്റ്റോപ്പ് ചെയ്തതിനു ശേഷം പിന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. പല കാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നടത്താൻ പറ്റിയില്ല. അങ്ങനെ ആ ഏരിയയിലുള്ളവർ തന്നെ നമ്മളോട് ചോദിച്ചു, നിങ്ങൾ ഇനി ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. അവിടെ വേറെ ആൾക്ക് താല്പര്യമായിട്ട് ചോദിച്ചു. അപ്പൊ നമ്മൾ പറഞ്ഞില്ല. ഓക്കെ, പിന്നെ അവർ തുടങ്ങി. നമ്മൾ വേറെ ഉറപ്പിച്ചെടുത്ത് ഇന്ന് അവർ നടത്തുകയാണ്. അവർ ഇപ്പോൾ ഏകദേശം നല്ല ക്ലിക്കാണ്. ഈ പറഞ്ഞ പോലെ നമ്മുടെ മെയിൻ ചമ്മന്തി, രസടോപ്പടം ഇതൊക്കെ ആയിരുന്നു. അവർ ചിക്കനും ബീഫും ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിനുശേഷം ഞങ്ങളൊക്കെ പുറത്തു പോയിട്ട് ഇപ്പോൾ തിരിച്ച് വരേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. അപ്പോൾ വീണ്ടും ഒന്നും നോക്കിയില്ല. രണ്ടാമത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു നമ്മുടെ തട്ടുകട. ഈ ലൊക്കേഷൻ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വട്ടിയൂർക്കാവിൽ നിന്ന് പോളിടെക്നിക്കിലോട്ട് പോകുന്ന വഴിക്ക് ചിത്രാനഗർ റൈറ്റ് സൈഡിൽ, റൈറ്റ് സൈഡ്, അതായത് നമ്മൾ ഓപ്പോസിറ്റ് ഐശ്വര്യ ബേക്കറിയുടെ നേരെ ഓപ്പോസിറ്റ്. എല്ലാവരും നല്ല കട്ട സപ്പോർട്ടാണ്. പിന്നെ ഫുഡും നല്ല രീതിയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. സ്ഥിരം കസ്റ്റമർ നമുക്ക് കൂടുതലുള്ളത്. ഇപ്പൊ വന്നിട്ട് പോയതൊക്കെ നമ്മൾ സ്ഥിരം കസ്റ്റമറാണ്. അപ്പൊ അവർ വരുമ്പോൾ തന്നെ നമുക്കറിയാം അവരെന്താ വാങ്ങുന്നെന്നുള്ളത്. അപ്പൊ അവർ വരുമ്പോൾ തന്നെ പെട്ടെന്ന് പാക്ക് ചെയ്ത് കൊടുത്തു വിടും. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അധികം ഐറ്റംസ് ഇല്ല, കൊടുക്കുന്ന ഐറ്റംസ് നല്ല രീതിയിൽ ക്വാളിറ്റിയിൽ ഹൈജീൻ ആയിട്ട് കൊടുക്കുക. അത് മാത്രം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഹൈജീൻ മെയിനായിട്ട് നല്ല വൃത്തിക്ക് കൊടുക്കുക. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. വേറെ ഒന്നും വലിച്ചുവാരി ഒന്നും ഇട്ടിട്ടില്ല. എല്ലാം വേണ്ട സാധനങ്ങൾ മാത്രമേ. അത് നമ്മുടെ കഴിക്കുന്ന കസ്റ്റമറും പറയുന്നുണ്ട്. പിന്നെ വരുന്ന കസ്റ്റമർ തന്നെ വീണ്ടും വരുന്നുണ്ട്. അതാണ് നമ്മുടെ പ്ലസ്. മനസ്സിലായില്ലേ? ഇപ്പം ഒരു കസ്റ്റമർ കഴിച്ചിട്ട് പോവുകയല്ലാണ്ട് ആ കസ്റ്റമർ കഴിച്ചിട്ട് തിരിച്ച് വീണ്ടും നമ്മൾ ഇവിടെ തന്നെ കഴിക്കാൻ വരുമ്പോഴാണ് നമ്മുടെ സക്സസ് ആയി എന്നുള്ളതിന്റെ മെയിൻ പ്ലസ് പോയിന്റ്. അതെ, ഗ്രാഫിക് ഡിസൈൻ പഠിച്ചിട്ട് ആ ഒരു മേഖല കണ്ടിന്യൂ ചെയ്യാത്ത എന്താ? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ പല മേഖലകളിലും ഞാൻ കൈവച്ചിട്ടുണ്ട്. അത് വർക്ക് ചെയ്യുന്ന പ്ലാറ്റ്ഫോം കോറൽഡ്രോ ആയിരുന്നു. ഫോട്ടോഷോപ്പ്, കോറൽഡ്രോ, പിന്നെ ഇല്ലുസ്ട്രേറ്റർ, ഇത് 3 പേര്. പിന്നെ അതൊക്കെ മാറി. ഇപ്പം വേറെ പുതിയ സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും ടച്ച് വിട്ടിട്ടൊന്നുമില്ല. ഇവിടത്തേക്ക് വേണ്ടി ഈ ഫ്ലെക്സ് ഒക്കെ ഞാൻ തന്നെയാണ് ചെയ്തത്. സ്വന്തമായിട്ട് ചെയ്ത ഡിസൈൻ തന്നെയാണ് ഫ്ലെക്സും കാര്യങ്ങളൊക്കെ എല്ലാം. ഈ ഫ്രണ്ട് അടിച്ചിരുന്ന ഫ്ലെക്സ് ഒക്കെ ഞാൻ തന്നെ ചെയ്തു തന്നെ. ഒന്നും പുറത്തു കൊടുക്കാറില്ല. ഭക്ഷണമായാലും ഡിസൈനിങ് ആയാലും എല്ലാം സ്വന്തമായിട്ട് തന്നെ കൊടുക്കാം. കണ്ടിന്യൂ ചെയ്യാം. നമ്മുടെ തിരുവനന്തപുരം മേയറിന്റെ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചുകൊണ്ടാണോ? അതെ, തീർച്ചയായും പാലിച്ചുകൊണ്ടാണ് ഈ ഒരു കട നടത്തിയത്. തീർച്ചയായും. ചൂടുവെള്ളമാണ് വെക്കുന്നത്, പച്ചവെള്ളം വെക്കുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ പ്ലാസ്റ്റിക് ഐറ്റംസ് ഒന്നുമില്ല. എല്ലാം ബയോ ആണ്. പ്ലാസ്റ്റിക് ഐറ്റംസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല നമ്മൾ. അതിൽ തന്നെ QR കോഡ് ഉണ്ട്. ഇൻഡിവിജ്വലായിട്ട് ഓരോ ഷീറ്റിലും QR കോഡ് ഉണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. കണ്ടോ? ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ 8 പേജുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടും. അത് ഈ പറഞ്ഞ പോലെ കോസ്റ്റ് കൂടുതലാണ്. എന്നിരുന്നാൽ കൂടി നമ്മൾ മാക്സിമം അവർ ചെയ്യുന്നത് നല്ല കാര്യമാണ്. ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ നല്ല കാര്യങ്ങളാണ്. അപ്പോൾ അവരെ കൂടെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക. പ്ലാസ്റ്റിക് ഒഴിവാക്കുക കഴിവതും. ഇതുപോലെ എന്തെങ്കിലും പരിപാടി ചെയ്യുക. നിങ്ങളുടെ സൈഡിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ടാണ്. മെയിനായിട്ട് ഹൈജീൻ, ഫുഡും കാര്യങ്ങളൊക്കെ എപ്പോഴും അടച്ചു തന്നെയാണ് വെച്ചേക്കുന്നത്. ഒന്നും തുറന്നു വെക്കലില്ല. ഈ പറഞ്ഞ മെയിനായിട്ട് ദോശ ഞങ്ങൾ ഇതുപോലെ
ചുട്ട് ഒരുപാട് വെക്കത്തില്ല. ഒരു 2 സെറ്റ് 3 സെറ്റ് വരുന്നവർക്ക് ചൂടായിട്ട് കൊടുക്കുക. അത് ചൂടായിട്ട് കഴിക്കുമ്പോഴേ അതിൻ്റെ ഒരു നമ്മളതിന്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. തണുത്ത ദോശ കൊടുത്തിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് കഴിവതും ചൂടോടെ കൊടുക്കുക. അത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ഫുള്ള് തിരക്കായിരിക്കും. വരുന്നവര് വെയിറ്റ് ചെയ്ത് നിൽക്കും. അപ്പം ഞാനും അളിയനും കൂടി ഒപ്പറമാണ്. പിന്നെ അല്ലാണ്ട് അവന് സ്ഥിരം വരുന്നവരായതുകൊണ്ട് അവർ നിൽക്കും, കുഴപ്പമില്ല. അവർ നിന്ന് വെയിറ്റ് ചെയ്ത് വാങ്ങിച്ചോണ്ട് പോകും. കാരണം നമ്മൾ ലൈവായിട്ട് കൊടുക്കുന്ന സാധനങ്ങളാണ്. ചുട്ട് വെച്ച് തണുപ്പിച്ച് നമ്മൾ ദോശ കൊടുക്കുന്നില്ല. അപ്പം ആ രീതിയിൽ മാക്സിമം ഇത് നോക്കി കാണാം. 2 സെറ്റേ ഉള്ളൂ ഇതിനകത്ത് ദോശ. 2 ആ ആവി ഇപ്പോഴും പറക്കുന്നുണ്ട്. ഈ 2 സെറ്റ് തീരുമ്പോൾ അടുത്ത ദോശ ഇടുള്ളൂ. പെട്ടെന്ന് 2 പേര് വന്നാൽ അവർക്ക് കൊടുക്കാനുള്ള ദോശ കരുതും. ബാക്കി ചുട്ടെടുത്ത് ചൂടോടെ കൊടുക്കുക. അതെ, വരുന്നവർ വെയിറ്റ് ചെയ്യും. നല്ല ഫുഡ് വേണമെങ്കിൽ വെയിറ്റ് ചെയ്യുക. കുറച്ച് വെയിറ്റ് ചെയ്താൽ നല്ല ഭക്ഷണം കഴിക്കാം. കുറച്ച് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ചൂടോടുകൂടി നമ്മുടെ ടേസ്റ്റ് രുചിക്കാം. ഇവിടെ എല്ലാം റെഡിയാണ്, വന്നാൽ മാത്രം മതി. അതെ, വന്ന് എത്ര വേണമെന്ന് പറഞ്ഞാൽ അപ്പോഴേ ചൂടോടെ ചുട്ട് തരും. ഒന്നും നമ്മൾ തണുത്തൊന്നും കൊടുക്കുന്നില്ല, എല്ലാം ചൂടോടെ ലൈവായിട്ട് കൊടുക്കുക. അത്രേ ഉള്ളൂ. അപ്പൊ അതിന്റെ ടേസ്റ്റ് അറിയാൻ പറ്റും. ഭാവിയിൽ ഫ്യൂച്ചറിൽ എന്തെങ്കിലും പുതിയൊരു ഐറ്റം കൊണ്ടുവരാനുള്ള പ്ലാൻ എന്തെങ്കിലും ഉണ്ടോ? ആക്ച്വലി ഇപ്പൊ നമ്മുടെ അച്ചാറുണ്ട്. നമ്മുടെ ഇതിന്റെ ഞാൻ ഇട്ടേക്കുന്ന പേര് സ്ട്രീറ്റ് ട്രീറ്റ് എന്ന് പറഞ്ഞിട്ടാണ്. സ്ട്രീറ്റ് എന്ന് വെച്ചാൽ തെരുവ്, ട്രീറ്റ് തെരുവിലെ രുചി എന്ന് വേണമെങ്കിൽ പറയാം. സ്ട്രീറ്റ് ട്രീറ്റ് എന്ന് പറഞ്ഞാൽ കൊടുത്തേക്കുന്ന പേര്. അതിന്റെ ക്യാപ്ഷൻ തന്നെ ബൈറ്റ്സ് മൈ റിപ്പീറ്റ് എന്ന് പറഞ്ഞാണ് അതിന്റെ സബ് ക്യാപ്ഷനായിട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മുടെ തന്നെ ഒരു ഫ്രഷ് ജ്യൂസ് ഉണ്ട്, സിപ്സ്റ്റർ എന്ന് പറഞ്ഞിട്ട്. മിൽക്ക് ഷേക്കും കാര്യങ്ങളൊക്കെയാണ്. അതെങ്ങനെയാ കൊടുക്കുക? അത് ബോട്ടിലാണ് നോർമലി. അതും ഈ പറഞ്ഞ പോലെ രാവിലെയാണ് അതിന്റെ പരിപാടി. ഫ്രഷ് ആയിട്ട് തന്നെ ഫ്രഷ് ആയിട്ട് തന്നെ നമ്മൾ കൊടുക്കുകയാണ്. അത് ഈ പറഞ്ഞ പോലെ സിറ്റിയിലാണ്. രാവിലെ പോവും, വൈകുന്നേരം ഇതിന്റെ പരിപാടി. പല മേഖലകളിലായിട്ട് നിങ്ങൾ ഭക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഓൺലൈനായിട്ട് ഓർഡർ അനുസരിച്ചിട്ട് നമ്മൾ എടുക്കും. അപ്പോൾ അത് ഇഞ്ചി, വെളുത്തുള്ളി, മാങ്ങ, നാരങ്ങ, മീനച്ചാറ്, ബീഫ് അച്ചാറ് എല്ലാം ഉണ്ട്. അത് ഈ പറഞ്ഞ ഓൺലൈനായിട്ടാണ് ഓർഡർ അനുസരിച്ചിട്ട് നമ്മൾ ചെയ്തു കൊടുക്കും. പേരെന്താണ്? ഇത് തന്നെയാണ് എൻ്റെ പേര് നിഹാസ്. അളിയന്റെ പേര് സനൂപ്. അതെ, ഞങ്ങൾ രണ്ടുപേരുമാണ് ഈ ഒരു മേഖലയിൽ നെടുംതൂൺ എന്ന് പറയുന്നത് ഉമ്മയുടെ ഫുൾ സപ്പോർട്ടിലാണ്. പിന്നെ ഞങ്ങളുടെ ഫാമിലി ഉണ്ട്, അവരും നല്ല കട്ട സപ്പോർട്ടാണ്. എല്ലാവരും കൂടിയിട്ട് ഒത്തൊരുമയോടെ ഇങ്ങനെ പോകുന്നു. ഈ തട്ടുകടയിൽ നിന്ന് മാറിയിട്ടൊരു റെസ്റ്റോറന്റ് ആയിട്ട് തുടങ്ങാൻ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടോ? ഭാവിയിലുണ്ട്. അപ്പൊ ഫ്യൂച്ചറിൽ പിന്നീട് നമ്മൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ചിലപ്പോൾ ഒരു റെസ്റ്റോറന്റ് ആയിരിക്കും ഉണ്ടാവുക. ഉണ്ടായിരിക്കട്ടെ. നന്നായി വരട്ടെ. അതെ, നമ്മൾ കൊടുക്കുന്ന സാധനം ക്വാളിറ്റി ആണെങ്കിൽ അത് പിന്നെയും വന്ന് കഴിക്കാനായിട്ട് ഒരു പ്രാവശ്യം കഴിക്കുന്ന ആള് ഈ പറഞ്ഞ ആക്ച്വലി നിങ്ങൾ വന്ന ടൈമിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ 7:30 ഒരു 8:30 ശേഷമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ലൈവായിട്ട് ഇവിടുത്തെ തിരക്കും നമ്മുടെ കസ്റ്റമേഴ്സിന്റെ അവരുടെ ഉള്ളിൽ നിന്നുള്ള റിവ്യൂ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് എടുക്കാമായിരുന്നു. നമ്മൾ കഴിച്ചു നോക്കി, നന്നായിട്ടുണ്ട്. അതാണ് നമ്മൾ ഒരു വീഡിയോ ആയിട്ട് തയ്യാറാക്കാനായിട്ട് നമ്മൾ തീരുമാനിച്ചത്. അപ്പോൾ ഓക്കെ, എന്തായാലും താങ്ക് യു. ശരി, ചെറുതായിട്ട് അങ്ങനെ മനസ്സിലായി ജേർണലിസ്റ്റ് ആണെന്ന്.